ഈ കഥ നടക്കുന്നത് വെസ്റ്റ് വെർജീനിയയിലെ ഒരു കൊടുങ്കാട്ടിലാണ്. ആദ്യം കാണിക്കുന്നത് രണ്ട് കോളേജ് സ്റ്റുഡൻസ്, റിച്ച് എന്നും ഹാലി എന്നാണ് അവരുടെ പേര്. ഇപ്പൊ ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി ഈ കൊടുങ്കാട്ടിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. മല കയറാൻ അവർക്ക് നല്ല താല്പര്യമാണ്. അതുകൊണ്ട് അവർ റോപ്പൊക്കെ ഇട്ട് ഒരു പാറയിലേക്ക് ഇങ്ങനെ വലിഞ്ഞേറാൻ തുടങ്ങി. മുന്നിൽ പോകുന്നത് റിച്ച് ആണ്. അങ്ങനെ റിച്ച് ഇപ്പം ആ പാറയുടെ മുകളിലേക്ക് കയറി. എന്നാൽ ഹാലി ഇപ്പോഴും അതിന് പകുതി വഴിയിലായിട്ടേ ഉള്ളൂ. അങ്ങനെ കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കൈ വിട്ട് അവൾ താഴേക്ക് പോകുന്നത്. അവൾ അറിയാതെ നിലവിളിച്ചു പോയി. പക്ഷെ റോപ്പ് കണക്ട് ചെയ്തുകൊണ്ട് അവൾ നിലത്തേക്ക് വീണില്ല. ഈ സമയം റിച്ച് പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ കടന്ന് നിലവിളിക്കുന്നത്? കൊടുങ്കാടാണ്, 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്റെ നിലവിളി ആരും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് പിടിച്ച് കയറി വരാൻ നോക്ക്. അതേക്കുമ്പോ, എടാ നീ എന്ത് ദുഷ്ടനാടാ, എന്നെ ഒന്ന് പിടിച്ച് കയറ്റിക്കേ, ഞാനിപ്പോ അവിടെ അടുത്തെത്താറായില്ലേ. എന്നാൽ അവൻ അത് കേൾക്കാതെ അപ്പുറത്തേക്ക് പോയി. ഈ സമയം അവക്കാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും മുകളിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് വലിച്ച് കയറ്റലാന്നും പറഞ്ഞിട്ട് അവൾ അവനെ തെറിയൊക്കെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. റിച്ച് ഇപ്പൊ ആ പാറയുടെ മുകളിൽ താഴേക്ക് വീണു. മാത്രമല്ല അവന്റെ ദേഹത്തു നിന്നും ചോര അവളുടെ ശരീരത്തിൽ കുറ്റാൻ തുടങ്ങി. അത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയായി. അങ്ങനെ അവൾ പേടിയോടെ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആരും അവനെടുത്തിട്ട് ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്നത്. മാത്രമല്ല അവളുടെ റോപ്പിൽ പിടിച്ച് അവളെ മുകളിലേക്ക് വലിക്കാനും തുടങ്ങി. അവളാണെങ്കിൽ ഉറക്കെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ആര് കേൾക്കാൻ? ആരാണ് അവളെ മുകളിലേക്ക് പിടിച്ച് വലിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായിട്ടില്ല. പക്ഷെ മുകളിലേക്ക് വലിച്ച് കയറ്റിക്കഴിഞ്ഞാൽ അത് പണിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളൊരു കത്തിയെടുത്ത് ആ റോപ്പ് അങ്ങോട്ട് കട്ട് ചെയ്തു. അതിന്റെ അപ്പുറത്ത് തൂങ്ങി കിടക്കുന്ന റിച്ചിന്റെ റോപ്പ് ഉണ്ടല്ലോ, അവൾ അതിൽ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിൽ പിടുത്തം കിട്ടാതെ അവൾ കാല് തെറ്റി ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. അങ്ങനെ അവൾ നേരെ ചെന്ന് വീഴുന്നത് താഴെ കിടക്കുന്ന റിച്ചിന്റെ അടുത്തേക്കാണ്. പക്ഷെ അവൻ മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. അതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുമ്പോഴാണ് അവിടുത്തെ കാട്ടിൽ നിന്നും ആരുടെയൊക്കെ പൊട്ടിച്ചിരികൾ കേൾക്കുന്നത്. വല്ലാതെ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം. അതുകൊണ്ട് ഉടനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് അവളുടെ കാറ് കണ്ടു. അതുകൊണ്ട് തന്നെ അവൾക്ക് സമാധാനമായി. എന്നാൽ ആ കാറിന്റെ അടുത്തേക്ക് ഓടുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ കാലിന്റെ അടുത്തായിട്ട് ഒരു മുള്ളുകമ്പി വരുന്നത്. അതിൽ തടഞ്ഞ് അവൾ താഴേക്ക് വീണു. എന്നാൽ താഴേക്ക് വീണതും പുറകിൽ നിന്ന് ആരോ അവളെ പിടിച്ച് വലിക്കുകയാണ്. പിന്നീട് കേൾക്കുന്നത് ആരോ അവളെ വെട്ടിപ്പൊളിക്കുന്ന ശബ്ദവും അവളുടെ നിലവിളിയും മാത്രം. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, റോങ് ടേൺ. ഇനി കാണിക്കുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്. ഇവന്റെ പേര് ക്രിസ്. അവനിപ്പോൾ ഒറ്റയ്ക്ക് അവന്റെ കാർ ഓടിച്ചിട്ട് ആ കാട്ടിന് നടുവുള്ള ഹൈവേയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അവന്റെ റേഡിയോയിൽ ന്യൂസ് കേൾക്കുന്നുണ്ട്. അതിൽ ആ റിച്ചിന്റെയും ഹാലിയുടെയും കാര്യമാണ് പറയുന്നത്. അതായത് 2 കോളേജ് വിദ്യാർത്ഥികളെ കാണാതായി. ഇതുവരെയായിട്ട് അവരെ കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് അവരെ കാണാതായിരിക്കുന്നത്. അതൊക്കെ കേട്ടുകൊണ്ടാണ് അവനിങ്ങനെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ന്യൂസൊക്കെ കേട്ട് മടുക്കുമ്പോൾ അവനൊരു CD ഇട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങി. അതിനിടയിൽ അവൻ അവന്റെ വാച്ചിൽ ടൈം നോക്കുന്നുണ്ട്. അതിൽ നിന്നും അവൻ അർജന്റായിട്ട് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കുറെ പോയി അവനിപ്പോൾ ഒരു പാലത്തിന് മുകളിലേക്ക് എത്തി. ഈ സമയം നോക്കുമ്പോൾ അവന്റെ മുമ്പിലായിട്ട് 2 വലിയ ട്രക്കുകൾ നിൽക്കുകയാണ്. മാത്രമല്ല ആ ട്രക്കുകൾക്ക് മുമ്പിലും കുറെ വാഹനങ്ങളുണ്ട്. അവിടെ മൊത്തത്തിൽ ബ്ലോക്കാണ്. അതുകൊണ്ട് അവനിപ്പോൾ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി നിർത്തി കഴിയുമ്പോൾ അവന്റെ വണ്ടിയുടെ സൈഡിലൂടെ ആംബുലൻസും പോലീസുകാരൊക്കെ പോകാൻ തുടങ്ങി. അതിൽ നിന്നും അപ്പൊ മുമ്പിൽ എന്തോ അപകടം നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ബ്ലോക്ക് എന്ന കാര്യം അവന് മനസ്സിലായി. പക്ഷെ ഇനിയിപ്പോൾ എത്ര നേരം അവിടെ നിൽക്കണം എന്ന കാര്യം അവന് അറിയത്തില്ല. അവനാണെങ്കിൽ പോയിട്ട് ഇന്നൊരു മീറ്റിംഗും ഉണ്ട്. അങ്ങനെ ക്രിസ് അവന്റെ വാച്ചിലെ ടൈം ഒന്ന് നോക്കിയതിനു ശേഷം വേഗം വണ്ടിയിൽ നിന്നിറങ്ങി. എന്നിട്ട് അവൻ നേരെ പോകുന്നത് ആ ട്രക്കിന്റെ അടുത്തേക്കാണ്. അതിലെ ഡ്രൈവറുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി. അങ്ങനെ ട്രക്ക് ഡ്രൈവർ കാണുമ്പോൾ ആ കാര്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബ്ലോക്ക് എന്ന്. അദ്ദേഹത്തിന് ഡ്രൈവർ പറയുന്നത്, ഇവിടുന്ന് 5 മൈൽ അപ്പുറത്തായിട്ട് ഒരു ആക്സിഡന്റ് നടന്നു. കെമിക്കൽസ് കൊണ്ടുവന്ന വണ്ടിയാണ് മറിഞ്ഞടക്കുന്നത്. റോഡ് മുഴുവൻ കെമിക്കൽസ് പരന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് ക്രിസ് ചോദിക്കുന്നത്, അപ്പൊ അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ എത്ര സമയം എടുക്കും? അതൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വേണ്ടി വരും എന്നാണ് ഡ്രൈവർ പറയുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ വേഗം അവന്റെ വണ്ടിയിലേക്ക് കയറി. എന്നിട്ട് വണ്ടി തിരിച്ച് വന്ന വഴി വിടുകയാണ്. പോകുന്ന വഴിക്ക് അവൻ ആരെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അതിൽ പറയുന്നത്, ഇവിടെ മൊത്തം ബ്ലോക്കാണ്, അതുകൊണ്ട് എനിക്ക് വേറെ വഴി വരേണ്ടി വരും, ഉറപ്പായിട്ട് ഞാൻ ലേറ്റ് ആവുമെന്ന്. എന്നാൽ അവനത് സംസാരിക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് വല്ലാത്ത നിരാശയായി. ഇപ്പൊ എന്തായാലും അവൻ ലേറ്റ് ആവും എന്ന കാര്യം ഫോൺ വിളിച്ച് അറിയിച്ചേ പറ്റൂ. അതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ ഇടത്തോട്ട് റോഡ് കാണുന്നത്. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്രോൾ പമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫോൺ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടെ അവൻ ആ വഴി വണ്ടി എടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൻ ആ പെട്രോൾ പമ്പിലേക്ക് എത്തി. ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം കേടായിരിക്കുകയാണ്. അതിലേക്കൊന്ന് നോക്കിയിട്ടാണ് അവൻ അവിടെയുള്ള ഒരു ഷെഡിന് മുമ്പിലേക്ക് വണ്ടി എടുത്തുന്നത്. ഈ സമയം അവൻ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് പ്രായമായ ഒരാൾ ആ ഷെഡിനകത്തിരിക്കുന്നുണ്ട്. പുള്ളിക്ക് തീരെ വയ്യ. അങ്ങനെ അവൻ ചെന്ന ഉടനെ ചോദിക്കുന്നത്, ഇവിടെ ഫോൺ ഉണ്ടോന്നാണ്. ഉണ്ടല്ലോ, കുറച്ച് അപ്പുറത്തുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ അത് ചൂണ്ടിക്കാണിച്ചു. അതിനെ തുടർന്ന് അവൻ ആ ഫോണിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളല്ലേ പറഞ്ഞു ഫോൺ ഇവിടെ ഉണ്ടെന്ന്, എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. നീ എന്നോട് ചോദിച്ചെന്താ ഫോൺ ഉണ്ടോന്നല്ലേ? എന്റെ കയ്യിൽ ആകെയുള്ള ഫോണാണ് ഞാൻ നിനക്ക് കാണിച്ചത്. അത് വർക്ക് ചെയ്യുന്ന കാര്യം നീ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഹൈവേയിൽ നല്ല ബ്ലോക്കാണ്. തെക്കോട്ട് പോകാൻ വേറെ ഏതെങ്കിലും വഴി നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയം നോക്കുമ്പോൾ അവിടെ ഒരു മാപ്പ് കണ്ടു. ഹൈവേയിലേക്ക് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് അവൻ ആ മാപ്പിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ ആ പരിശോധനയിൽ അവൻ ഒരു റൂട്ട് കണ്ടു. പക്ഷെ അതൊരു ചുവന്ന വര കൊണ്ട് ഡോട്ട് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ട് ഇട്ടിരിക്കുന്നത്? അതേക്ക് അയാൾ പറയുന്നത് അത് പൊളിഞ്ഞ റോഡായതുകൊണ്ടാണെന്നാണ്. പക്ഷെ അവൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 15-20 മൈല് ആ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഹൈവേയിലേക്ക് എത്താൻ പറ്റും എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അയാളോട് ബൈ പറഞ്ഞിട്ട് അവൻ നേരെ ചെന്ന് വണ്ടി എടുത്തു. എന്നാൽ അവന്റെ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോയി കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ സ്വയം ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ് അവന്റെ യാത്ര തുടർന്നു. എന്നാൽ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ റോഡ് ഇപ്പോൾ 2 ഭാഗത്തേക്ക് തിരിയാണ്. ഒരു വൈ ഷേപ്പ് റോഡ്. അതിൽ ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ എന്ന കാര്യം അവൻ അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് സമയം അവൻ അവിടെ ആലോചിച്ചു നിന്നു. ഈ സമയത്താണ് ട്രാഫിക് സിനിമയിൽ ആ സീൻ അവന്റെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവൻ രണ്ടും കൽപ്പിച്ച് ഇടതുഭാഗത്തെ റോഡിലൂടെ വണ്ടി വിടാണ്. അങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവന്റെ വലത്ത് സൈഡിലായിട്ട് ഒരു മാൻ ചത്തിടക്കുന്നവൻ ശ്രദ്ധിക്കുന്നത്. അവൻ അതിനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് അവന്റെ ശ്രദ്ധ തെറ്റി. ഈ സമയം റോഡിന് നടുവിലായിട്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധ തെറ്റിയതുകൊണ്ട് അവന്റെ വണ്ടി ചെന്നിട്ട് ആ വണ്ടിക്ക് ഇടിക്കുകയാണ്. അതോടുകൂടെ 2 വണ്ടിയും തകർന്നുപോയി. മാത്രമല്ല മറ്റേ വണ്ടിക്കകത്ത് സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തെറിച്ചുപോയി. പക്ഷെ ഭാഗ്യത്തിന് ക്രിസിനൊന്നും പറ്റിയില്ല. അങ്ങനെ അവൻ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്താണ് മറ്റേ വണ്ടിയിൽ വന്ന ആൾക്കാരൊക്കെ ആ ശബ്ദം കേട്ടങ്ങോട്ട് ഓടി വരുന്നത്. അതിൽ 2 ആണും 3 പെണ്ണുങ്ങളാണുള്ളത്. അതിലിപ്പോ ഒരു ടീം നേരെ വരുന്നത് അവന്റെ അടുത്തേക്കാണ്. നല്ല ഇടിയാണല്ലോ ഇടിച്ചത്, അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നാണ് അവരും ഒന്ന് ചോദിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവർ വന്ന് അവന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നോക്കാതെയാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഈ സമയം അവൻ പറയുന്നത് ഇത് നിങ്ങളുടെ തെറ്റല്ലേ, റോഡിന്റെ നടുവിലാണോ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷെ അവൻ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് കാശ് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ അടുത്തായിട്ട് അവൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ വണ്ടിക്ക് പറ്റിയെന്നാണ്. അതേക്കുന്ന ജെസ്സി എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് ഈ വെള്ള പനിയനിട്ട് കണ്ടില്ലേ, അവളാണ് ജെസ്സി. ഞങ്ങളെതിരെ വരുന്ന സമയത്ത് ഞങ്ങളുടെ കാറിന്റെ ടയറിലേക്ക് ഒരു മുള്ളുകമ്പി തെറിച്ചു വന്നു. അതിൽ കുടുങ്ങിയിട്ട് ഞങ്ങളുടെ വണ്ടി പഞ്ചറായി. അതാണ് നടു റോട്ടിൽ വണ്ടി നിർത്തിയത് എന്ന് പറഞ്ഞിട്ട് അവൾ ആ മുള്ളുകമ്പി അവന് കാണിച്ചു കൊടുത്തു. ഈ സമയം വണ്ടിയിലേക്ക് നോക്കുമ്പോൾ ടയറിൽ മൊത്തം ആ മുള്ളുകമ്പി ഇങ്ങനെ ചുറ്റിക്കിടക്കാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ അതാരോ കെണി വെച്ചതാണ് എന്ന കാര്യം അവന് മനസ്സിലായി. ഈ സമയം ജെസ്സി പറയുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ പെട്രോൾ പമ്പില്ലേ അങ്ങോട്ട് പോവാം. അവൾ അത് പറഞ്ഞു കഴിയുമ്പം അത് താൻ നേരത്തെ പോയ ആ പെട്രോൾ പമ്പാണ് എന്ന കാര്യം ക്രിസിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ പറയുന്നത് അവിടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, ഞാൻ അവിടെ ചെന്നാണ്, അവിടുത്തെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവരിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്തായാലും ആ പെട്രോൾ പമ്പിലേക്ക് തന്നെ പോവാം. ആരെങ്കിലുമൊക്കെ അവിടെ പെട്രോൾ അടിക്കാൻ വരുമല്ലോ, അവരുടെ ഫോൺ ഉപയോഗിച്ചിട്ട് വിളിക്കാം. ആ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ 4 പേര് ആ പെട്രോൾ പമ്പിലേക്ക് പോവാണ്. 2 പേര് അവിടെ നിന്നിട്ട് കഞ്ചാവ് വലിക്കാനും തുടങ്ങി. ഇവരുടെ പേര് ഇവാൻ, ഫ്രാൻസി, കപ്പിളാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന 4 പേര് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നടക്കുന്ന 2 ലേഡീസ് ഇല്ലേ, അതിലൊന്ന് ജെസ്സി, മറ്റേത് കാർലി. പുറകിൽ നടക്കുന്ന ഈ മഞ്ഞ ഷർട്ടിട്ടവന്റെ പേര് സ്കോട്ട്. അവന്റെ ഗേൾഫ്രണ്ടാണ് കാർലി. ജെസ്സിക്ക് അങ്ങനെ ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. അങ്ങനെ അതിൽ നടക്കുന്ന സമയത്ത് ക്രിസ് ഇപ്പൊ സ്കോട്ടിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കി. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഞങ്ങളൊരു ക്യാമ്പിങ്ങിന് വന്നാണ് എന്നാണ് സ്കോട്ട് പറയുന്നത്. അങ്ങനെ അവർ കുറേ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് റോഡിലായിട്ട് ഒരു ജീവി ചത്തിടക്കുന്ന കാണുന്നത്. അത് കണ്ടത് സ്കോട്ട് പറയുന്നത് അതൊരു അണ്ണാനാണെന്നാണ്. എന്നാൽ ക്രിസ് അത് ശരിവെക്കുന്നില്ല. ഇത് അണ്ണാനല്ല, ഇത് നീർനായാണ്. അതെങ്ങനെ നിനക്കറിയാം? സ്കോട്ടിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ക്രിസ് പറയുന്നത് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. മനുഷ്യരുടെ ശരീരം കീറി മുറിക്കാൻ തരുന്നതിന് മുമ്പ് മൃഗങ്ങളുടെ ശരീരമാണ് തരുന്നത്. ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര തർപ്പിച്ചു പറയുന്നത്. ഇത് നീർനായ തന്നെയാണ്. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്കോട്ട് അതിനെക്കുറിച്ച് തർക്കിക്കുന്നില്ല. അവർ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത്. അവിടെ മരങ്ങൾക്കിടയിൽ തീയിട്ടിട്ടുണ്ട്. എന്തായാലും തീയിടുന്നത് മനുഷ്യരായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ എത്ര വിളിച്ചിട്ടും എവിടെ നിന്നും റിപ്ലൈ കിട്ടുന്നില്ല. അതുകൊണ്ട് അവരവിടെ നടന്നു. ഈ സമയം തന്നെ ഇവാനാണെങ്കിൽ അവരുടെ വണ്ടിയുടെ ഡിക്കി തുറന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഫ്രാൻസി ആണെങ്കിൽ ഇപ്പൊ ക്രിസിന്റെ കാറിലാണ്. അവൾ അവന്റെ ബാഗിൽ നിന്നും ചോക്ലേറ്റ് ഒക്കെ എടുത്ത് തിന്നോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾക്ക് ക്രിസിന്റെ ഒരു ബുക്ക് കിട്ടി. അത് പരിശോധിച്ചതിൽ നിന്നും അവനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവാൻ കാട്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അതിന് തുറന്ന് അവൻ കാട്ടിലേക്ക് പോയി. ഈ സമയം ഫ്രാൻസി ആണെങ്കിൽ ക്രിസിന്റെ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ അവൾ നോക്കുമ്പോൾ ഇവാനെ കാണുന്നില്ല. അതുകൊണ്ട് അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇവാനെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ എവിടെയും അവനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ടെൻഷനുമായി. ഈ സമയം ബാക്കിയുള്ള 4 പേരാണെങ്കിൽ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജെസ്സിയും ക്രിസും തമ്മിൽ ഇപ്പൊ നല്ല കമ്പനിയായി. അവൻ അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന കാര്യമൊക്കെ അവൻ നേരത്തെ ജെസ്സിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവള് ചോദിക്കുന്നത് നീ എന്തുകൊണ്ട് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തില്ലെന്നാണ്. അതേക്കുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ ഞാൻ എന്റെ കാറിന് വേണ്ടി മുടക്കി, അതുകൊണ്ട് കാർ എടുത്തിട്ട് പോകാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു എന്നാണ് അവനെതിരെ മറുപടി പറയുന്നത്. ഈ സമയം സ്കോട്ടും കാർലിയാണെങ്കിൽ അവരുടെ കല്യാണക്കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സമയം ഫ്രാൻസി ആണെങ്കിൽ ഇവാനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനിടയിലാണ് അവിടുത്തെ കാട്ടിൽ അവളൊരു കാഴ്ച കാണുന്നത്. അത് അവന്റെ ഷൂസ് ആയിരുന്നു. 2 ഷൂ അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ കാണുന്നില്ല. അതുകൊണ്ട് അവൾക്ക് പേടിയാവാനും തുടങ്ങി. അങ്ങനെ അതും നോക്കി മുന്നോട്ട് നടക്കുമ്പോഴാണ് അവൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അത് ഇവാന്റെ ഒരു ചെവിയായിരുന്നു. ആരോ അത് കട്ട് ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് ഞെട്ടിത്തെറിച്ച് അവൾ പുറകിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തം വന്ന് അവളുടെ വായ്ക്കകത്തേക്ക് ആ മുള്ളുകമ്പി ഇടുന്നത്. എന്നിട്ട് അതിൽ പിടിച്ച് വലിക്കുകയാണ്.
ചോരയാണെങ്കിൽ ഇങ്ങനെ ചീറ്റി തെറിക്കാനും തുടങ്ങി. വായ്ക്കകത്തേക്ക് കമ്പി ഇട്ടതുകൊണ്ട് അവൾക്കാണെങ്കിൽ ഒന്നും നിലവിളിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ സമയം തന്നെ ക്രിസും ജെസ്സിയും ഇപ്പൊ കാടിന്റെ ഒരു ഭാഗത്തേക്ക് എത്തി. അവിടെ ഡെഡ് എൻഡ് ആണ്. മുന്നിലായിട്ട് വലിയൊരു കിടങ്ങ് കാണുന്നുണ്ട്. ഇനിയിപ്പോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ സമയമാകുമ്പോഴേക്കും സ്കോട്ടും കാർലിയും അങ്ങോട്ടെത്തി. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലാവുമ്പോൾ അവർ മറ്റൊരു വഴി പോവാണ്. അങ്ങനെ ക്രിസും ജെസ്സിയും മുന്നിലും സ്കോട്ടും കാർലിയും പുറകിലൂടെയാണ് നടക്കുന്നത്. ഈ സമയം കാർലി സ്കോട്ടിന്റെ അടുത്ത് പറയുന്നത് ഇവാനിയും ഫ്രാൻസിയും കുറിച്ചിട്ടാണ്. നമ്മൾ അവരെ ഒറ്റയ്ക്കാക്കി പോരണ്ടായിരുന്നു. അതേക്കുന്ന സ്കോട്ട് പറയുന്നത് നീ എന്തിനാണ് അവരെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, അവർക്ക് ഒരു കുഴപ്പമുണ്ടാവത്തില്ല, നീ സമാധാനത്തോടെ ഇരി എന്നൊക്കെ പറഞ്ഞിട്ട് സ്കോട്ട് അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ കുറെ കൂടെ നടന്നു കഴിയുമ്പോൾ അവർ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. അതൊരു വീടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ശരിക്കും സമാധാനമാവുകയും ചെയ്തു. ഇപ്പൊ അവർ നോക്കുമ്പോൾ ആ വീട്ടിന്റെ പുകക്കുഴയിൽ നിന്നും പുകയൊക്കെ വരുന്നുണ്ട്. അതിൽ ആൾതാമസമുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ വേഗം ആ വീടിന്റെ മുറ്റത്തേക്ക് നടക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവർ മറ്റൊരു കാഴ്ച ശ്രദ്ധിക്കുന്നത്. ആ വീടിന്റെ പരിസരത്തായിട്ട് കുറെ വാഹനങ്ങളുണ്ട്. എല്ലാം തകർന്നു കിടക്കുകയാണ്. മാത്രമല്ല അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ജെസ്സിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അങ്ങനെ അവർ ഉറക്കെ അതിനകത്തുള്ള ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ എവിടെ നിന്നും ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ് ചെന്നിട്ട് ആ വാതിലിന് മുട്ടാണ്. എന്നാൽ അവിടെ നിന്നും ഒരു മറുപടി അവർക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ക്രിസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും ഫോൺ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അവൻ രണ്ടും കൽപ്പിച്ചിട്ട് വീടിന്റെ വാതിൽ ഓർക്കാണ്. അത് കാണുമ്പോൾ നീ എന്താ ക്രിസി കാണിക്കുന്നത്? പെർമിഷൻ ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളുടെ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നത്? ജെസ്സിയാണ് ചോദിക്കുന്നത്. അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ സ്കോട്ട് അത് ശരിവെച്ചു. എന്നാൽ കാർലി പറയുന്നത് എനിക്കൊന്ന് ബാത്റൂം പോകണം, അതുകൊണ്ട് നമുക്ക് വീടിനകത്തേക്ക് കയറാനാണ്. ഇപ്പൊ കാർലിയും കൂടെ അങ്ങനെ പറഞ്ഞപ്പം ബാക്കിയുള്ളവരോ സംഭവിച്ചു. അങ്ങനെ അവർ 4 പേരും കൂടെ വേഗം തന്നെ വീട്ടിനുള്ളിലേക്ക് കയറി. ക്രിസ് ഇപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രാമഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അന്ന് പാട്ടൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ചെന്നിട്ട് അത് ഓഫ് ചെയ്തു. എന്നിട്ടിപ്പോൾ അവർ ഫോണാണ് അന്വേഷിക്കുന്നത്. പക്ഷെ എവിടെ നോക്കിയിട്ടും ഫോണൊന്നും കാണുന്നുമില്ല. മാത്രമല്ല ആ വീടിന്റെ ഉൾഭാഗമാണെങ്കിൽ വൃത്തികെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. ടേബിളിന്റെ മുകളിലായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. വെട്ടുകത്തികള്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നും. ഈ സമയം ജെസ്സി നോക്കുമ്പോൾ അവർക്ക് കുറെ കാറിന്റെ കീ ഒക്കെ അവിടെ നിന്ന് കിട്ടി. എന്തിനാണ് ഇത്രമാത്രം കാറിന്റെ കീകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്നാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. ഈ സമയം സ്കോട്ടാണെങ്കിൽ കാറിലെയും കൂട്ടി ബാത്റൂം ഉണ്ടോന്ന് ചെക്ക് ചെയ്യാണ്. അതിനുവേണ്ടി അവർ ഡോർ തുറന്നപ്പം പെട്ടെന്ന് എന്തോ ഒരു സാധനം അവരുടെ മേലേക്ക് വീണു. അവരാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോവുകയും ചെയ്തു. എന്നാൽ നോക്കുമ്പോൾ അതൊരു പങ്കായമായിരുന്നു. പിന്നീട് അവർ ആ റൂമിലേക്ക് നോക്കുമ്പോൾ അത് ബാത്റൂം അല്ല, അത് സാധാരണ റൂമാണ്. അതിനകത്തായിട്ട് കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇഷ്ടം പോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസും അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ജെസ്സി അവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ടേബിളിന്റെ മുകളിലായിട്ട് കിടക്കുന്ന കുറെ കൂളിംഗ് ഗ്ലാസുകൾ അവൾ കണ്ടു. പിന്നെ അവളുടെ ചിന്ത അത് തന്നെയാണ്, എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? അതിനിടയിൽ ക്രിസ് നോക്കുമ്പോൾ അവിടെ അടുപ്പിലായിട്ട് എന്തോ തിളയ്ക്കുന്നുണ്ട്. അവൻ അതിലെ തവിയെടുത്ത് പൊന്തിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു ഇറച്ചിയാണ് അതിൽ കിടന്ന് വേവുന്നത്. പക്ഷെ അത് എന്തിന്റെ ഇറച്ചിയാണ് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. അതിനിടയിൽ സ്കോട്ടാണെങ്കിൽ ഇപ്പൊ ബാത്റൂം കണ്ടുപിടിച്ചു. അവനിപ്പോ കാറിലെ ബാത്റൂമിലേക്ക് ആക്കിയിട്ട് വേഗം വരണമെന്നും പറഞ്ഞിട്ട് ഡോർ ക്ലോസ് ചെയ്തു. ഈ സമയം വീടിന്റെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അതിന്റെ പുകക്കുഴലിലൂടെ അവിടെ നിന്ന് പുക ഇപ്പോഴും മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1-2 മിനിറ്റുകൾ കൂടെ കഴിഞ്ഞു. ക്രിസ് ഇപ്പൊ വേറെ റൂമിന്റെ അകത്ത് കയറി. അവിടെ നിന്നും എന്തോ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. അതവൻ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു മോട്ടോർ ഓണായി കിടക്കുകയാണ്. ഈ സമയം തന്നെ ജെസ്സി അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ജനലിന്റെ അടുത്തായിട്ട് തൂക്കിയിട്ടിരിക്കുന്ന അമ്പും വില്ലോളെ കണ്ടു. കാട്ടിൽ വേട്ടയാടാൻ ഉപയോഗിക്കുന്നത്. അതിനിടയിൽ കാർലി ആണെങ്കിൽ ഇപ്പൊ ബാത്റൂം നോക്കുകയാണ്. അവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിൽ വളരെ വൃത്തികെട്ട ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാനും തോന്നുന്നില്ല. ഈ സമയത്താണ് അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കുപ്പികൾ അവൾ കാണുന്നത്. അതിലൊരു കുപ്പിക്കകത്ത് നിറയെ പല്ലുകളാണ്, മനുഷ്യന്റെ പല്ലുകൾ. മൊത്തം സെറ്റ് അടക്കുന്നതിനകത്തുണ്ട്. ഈ സമയം ക്രിസ് ആണെങ്കിൽ അതേ റൂമിന്റെ അകത്ത് തന്നെയാണ്. അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ഫ്രിഡ്ജ് കാണുന്നുണ്ട്. അവൻ പതുക്കെ ആ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു. ആ ഫ്രിഡ്ജിനകത്ത് നിറയെ കുപ്പികളാണ്. കുപ്പികൾക്കകത്തോ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങളും. ഈ സമയം തന്നെ ജെസ്സി ആണെങ്കിൽ ഒരു കാര്യം കണ്ടുപിടിച്ചു. അതവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആ മുള്ളുകമ്പികളാണ്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരാണ് ഇവർക്ക് കെണി വെച്ചത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയം കാർലി ആണെങ്കിൽ ബാത്റൂമിനകത്ത് തന്നെയാണ്. പെട്ടെന്നാണ് അവൾ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടുത്തെ ബാത്ടബിനകത്തായിട്ട് മനുഷ്യന്റെ ഒരു കൈ കിടക്കുന്നു. അത് കണ്ടതും അവൾ വേഗം ക്രിസിന്റെ അടുത്തേക്ക് വന്നു. അവർക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. അവരിപ്പോ നിൽക്കുന്നത് നരഭോജികളുടെ വീട്ടിലാണ്, മനുഷ്യനെ തിന്നുന്ന മനുഷ്യരുടെ വീട്ടില്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് വേഗം അവർ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവര് നോക്കുമ്പോൾ ഒരു ട്രക്ക് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നരഭോജികളായിരുന്നു ആ ട്രക്കിലുണ്ടായിരുന്നത്. അവരുടെ മുന്നിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ കാണാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടി അവർ പുറകുവശത്തെ ഡോറിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ പുറകിലൂടെ രക്ഷപ്പെടാൻ ഒരു വഴി അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ആ നരഭോജികളുടെ വണ്ടി അങ്ങോട്ടെത്തി. അവരിപ്പോൾ അവരുടെ ട്രക്കിൽ അങ്ങോട്ട് വലിച്ചുകൊണ്ട് വരുന്നത് ബ്രേക്ക് ഡൗൺ ആയി കിടന്ന ഇവരുടെ വണ്ടി തന്നെയാണ്. അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ ആ നരഭോജികളിൽ ഒരുത്തൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവൻ വന്ന ഉടനെ തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ മുള്ളുകമ്പികൾ എടുത്തിട്ട് അവിടുത്തെ ബെഡിന് മുകളിലേക്കിടാണ്. ആ ബെഡിന്റെ അടിയിൽ തന്നെയാണ് ക്രിസും കൂട്ടിൽ ഒളിച്ചിരിക്കുന്നു. അവർ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്വാസം പോലും വിടാതെയാണ് അവരതിന്റെ അടിയിലിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള നരഭോജികളും അതിനുള്ളിലേക്ക് എത്തി. വന്ന ഉടനെ തന്നെ അവരൊരു ശരീരം താഴേക്കിടാണ്. ഇതെല്ലാം ക്രിസും കൂട്ടിനും കാണുന്നുണ്ട്.
ആ ശരീരം കണ്ടതും അവർ ഞെട്ടിപ്പോയി. അത് ഫ്രാൻസിയുടെ ശരീരമായിരുന്നു. ഇതെല്ലാം കണ്ട് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒരു ചെറിയൊരു അനക്കം മതി അമരവരെ പിടിക്കാൻ. അങ്ങനെ ആ നരഭോജി വന്ന് പിന്നെയും ഫ്രാൻസിയുടെ ശരീരം പൊക്കിയെടുത്തു. എന്നിട്ട് അവളെ മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. ഇപ്പൊ ക്രിസിനും കൂട്ടർക്കും ആ നരഭോജികളുടെ മുഖമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരെ പോലെ തന്നെയാണ്, എന്നാൽ മുഖം മൊത്തം വളരെ വികൃതമായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ മ്യൂട്ടേഷൻ സംഭവിച്ച മനുഷ്യരാണ്. അങ്ങനെ ആ നരഭോജികൾ ഇപ്പം ഫ്രാൻസിയുടെ ശരീരം ഒരു ടേബിളിന്റെ മുകളിലേക്ക് കിടത്തിയിട്ട് അവളിങ്ങനെ വെട്ടിക്കീറാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് കണ്ണടച്ചു പിടിച്ചിരിക്കാൻ മാത്രമേ ക്രിസിനെയും കൂട്ടരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ചെറിയൊരു ശബ്ദം മതി അവരുടെ മേലെപ്പിടുത്തം വീഴാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. നരഭോജികൾ നല്ല ഉറക്കമാണ്. ഈ ഒരു ഗ്യാപ്പില് ആ കട്ടിലിന്റെ അടിയിൽ കിടക്കുന്ന ക്രിസും ജെസ്സിയും വേഗം പുറത്തേക്ക് വന്നു. സ്കോട്ടും കാർലിയും മറ്റു റൂമിന്റെ അകത്താണ്. ഇനി എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടണം, അതിനുള്ള പ്ലാനിലാണ് അവർ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ മുന്നിലത്തെ ഡോറിന്റെ അടുത്തേക്ക് വന്നു. ആ ഡോർ തുറന്ന് ക്രിസ് എല്ലാവരും വെളിയിലേക്ക് ഇറക്കി. എന്നാൽ ക്രിസ് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവിടെ കിടക്കുന്ന ഒരു നരഭോജി എഴുന്നേക്കുന്നത്. അത് കണ്ടതും ക്രിസ് ഇറങ്ങി ഓടി. അങ്ങനെ അവർ 4 പേരും ഒരു കുന്നിന്റെ മുകളിലേക്കാണ് കയറുന്നത്. അങ്ങനെ കുന്നിന്റെ മുകളിലേക്ക് അവർ നോക്കുമ്പോൾ ആ നരഭോജികളിപ്പം അവരുടെ ട്രക്കുമായിട്ട് അവന്മാരെ ഫോളോ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് അവർ വേഗം മുന്നോട്ട് ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ കാർലി ഇപ്പൊ താഴേക്ക് വീണു. അത് കണ്ടതും സ്കോട്ട് ചെന്നിട്ട് അവളെ പിടിച്ചു. ഈ സമയം കാർലി പറയുന്നത്, നിങ്ങൾ പോയിക്കോ, ഞാനിനി ഇല്ല, എന്തായാലും അമ്മ നമ്മളെ കൊല്ലുന്നതാണ്. അതെല്ലാം കേൾക്കുമ്പോൾ നീ ഇങ്ങനെ തളരാതെ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ടേ നമുക്ക് കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കോട്ട് അവളെ സമാധാനിപ്പിച്ചു. കല്യാണക്കാരെന്ന് കേൾക്കുമ്പോൾ അവൾ പിന്നെയും ചാർജായി. അതിനെ തുടർന്ന് എല്ലാവരും വേഗം അവിടെ ഓടുകയാണ്. അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവരൊരു ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. കാട്ടിന് നടുവിലായിട്ട് കുറേയേറെ വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം താർന്നു കിടക്കുകയാണ്. മാത്രമല്ല എല്ലാ വണ്ടികളുടെ മുകളിലും ചോരയും കാണുന്നുണ്ട്. ഇതെല്ലാം ഈ നരഭോജികൾ പിടിച്ചോണ്ട് വന്നാണ് എന്ന കാര്യം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു അത്, കാറുകളുടെ ശവപ്പറമ്പ്. അപ്പൊ അവർ നോക്കിയിട്ട് ഒരു വണ്ടി പോലും അവിടെ സ്റ്റാർട്ട് ആവുന്നതില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ നരഭോജികളുടെ ട്രക്ക് അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും ക്രിസും കൂട്ടരോടെ പതുങ്ങിയിരുന്നു. ഈ സമയം നരഭോജികൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് ഓഫ് ആക്കാതെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. 3 പേരാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ക്രിസും കൂട്ടരും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ട്രക്ക് ഓഫ് ആവാത്ത കാണുമ്പോൾ ക്രിസിന് ഇപ്പോൾ ഒരു ഐഡിയ തോന്നി. അവനത് ബാക്കിയുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആ നരഭോജികളുടെ വണ്ടി എടുക്കാം. അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാം, ആ സമയത്ത് നിങ്ങൾ ചെന്നിട്ട് ആ ട്രക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കടന്ന് ഉച്ചത്തിൽ ഒച്ച വെക്കാൻ തുടങ്ങി. എന്റെ അപ്പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നു. അത് കണ്ടതും ഒരു നരഭോജി അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അത് കറക്റ്റായിട്ട് അവന്റെ കാലിൽ തന്നെ കൊണ്ടു. അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ 3 നരഭോജികളും ഇപ്പൊ ക്രിസിന്റെ അടുത്തേക്ക് ഓടാണ്. അവന് കാലിന് വെടി കൊണ്ടതുകൊണ്ട് എന്തായാലും ഇനി അവന് എഴുന്നേറ്റ് ഓടാൻ പറ്റത്തില്ല എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്കോട്ട് ഇപ്പോൾ ഒരു ഐഡിയ ഇട്ടു. അവനിപ്പോ കാർലിയുടെ അടുത്ത് പറയുന്നത്, അമ്മരിപ്പോ ക്രിസിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ക്രിസിന് ഉറപ്പായിട്ട് അവർ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇനി അവരുടെ ശ്രദ്ധ തിരിക്കാം. ആ സമയത്ത് നിങ്ങൾ ചെന്നിട്ട് ക്രിസിനെ രക്ഷിക്കണം. എന്നിട്ട് വണ്ടിയും എടുത്ത് കാടിറങ്ങും. ആ സമയമാകുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്താം എന്ന് പറഞ്ഞിട്ട് സ്കോട്ട് ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് മറ്റൊരു വഴിക്ക് ഓടി. അത് കാണുമ്പോൾ ആ 3 നരഭോജികളും ഇപ്പൊ സ്കോട്ടിന്റെ പുറകെ പോവാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കാർലയും ജെസ്സിയും വേഗം തന്നെ ക്രിസിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവനെയും പൊക്കിയെടുത്ത് ആ ട്രക്കിന്റെ അടുത്തേക്ക് വരാണ്. എന്നാൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ അതും എടുത്തിട്ട് അവിടുന്ന് പോകുമ്പോഴാണ് ഒരു നരഭോജി ഇപ്പം ആ ട്രക്കിനെ ഫോളോ ചെയ്തിട്ട് വരുന്നത്. എന്നാൽ അത് കണ്ടതും ജെസ്സി വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നരഭോജിക്ക് അതിൽ കയറാനും പറ്റുന്നില്ല. ഈ സമയം സ്കോട്ടാണെങ്കിൽ വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ഓടി അവൻ റോഡിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ക്രിസും കൂട്ടരും വണ്ടിയുമായിട്ട് അങ്ങോട്ടെത്തി. അവരവനെ കാണുകയും ചെയ്തു. അവരിപ്പം ഉറക്കെ അവനെ വിളിക്കുകയാണ്. അത് കണ്ട് സ്കോട്ട് ആ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു നരഭോജി അവന് നേരെ അമ്പ് ചെയ്യുന്നത്. 3 തവണ അത് അമ്പ് ചെയ്തു. ആ 3 അമ്പും കറക്റ്റായിട്ട് അവന്റെ പുറത്ത് തന്നെ തുളച്ചു കയറുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൻ മരിച്ചു വീഴാണ്. ഇതൊക്കെ കണ്ട് അവരാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയി. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ ഈ സമയത്താണ് ആ നരഭോജി അവർക്ക് നേരെ അമ്പ് ചെയ്യുന്നത്. എന്നാൽ ആ അമ്പ് കൊള്ളുന്നത് ആ ട്രക്കിന്റെ ഗ്ലാസിനിട്ടാണ്. ഭാഗ്യത്തിന് അവർക്കൊരു കുഴപ്പവും പറ്റിയില്ല. ഈ സമയം അവരാണെങ്കിൽ വണ്ടി മുന്നോട്ട് ഓടിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് പോയി 2 സെക്കൻഡ് കഴിയുമ്പോൾ ആ 3 നരഭോജികൾ സ്കോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അപ്പൊ പുതിയൊരു ഇരയെ കിട്ടിയതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത സന്തോഷമായി. അവരിങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ട് അവന്റെ ശരീരം എടുത്തുകൊണ്ട് അവിടെ പോയി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സമയം ഇപ്പം വൈകുന്നേരമായി. ക്രിസും കൂട്ടരും ഇപ്പോഴും എങ്ങോട്ടൊന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് റോഡിന് കുറുകെ ഒരു മരം വീണെടുക്കുന്നവർ കാണുന്നത്. മാത്രമല്ല ആ മരത്തിന്റെ അടുത്തായിട്ട് കുറച്ച് ചെളിയുണ്ട്. ഇപ്പൊ അവരുടെ ട്രക്ക് ആ ചെളിയിൽ പൂണ്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് വണ്ടി മുന്നോട്ട് എടുക്കാനും പറ്റുന്നില്ല, പുറകിലേക്ക് എടുക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ആ വണ്ടിയിൽ അവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന കാര്യം അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് അവർ 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവരവിടെ നിന്ന് നടക്കാൻ തുടങ്ങുമ്പോഴാണ് കാറിൽ അവിടെ ഇരിക്കുന്നത്. ഞാൻ ഇനി വരുന്നില്ല, നിങ്ങൾ പോയിക്കോ എന്നാണ് അവള് പറയുന്നത്. എന്നാൽ അതേക്കുമ്പോൾ നീ എന്താണ് കാർലി പറയുന്നത്? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ സ്കോട്ട് അവന്റെ ജീവൻ കൊടുത്തത്? അത് നമ്മൾ വെറുതെ ആക്കാൻ പാടുണ്ടോ? മാത്രമല്ല നമുക്ക് നാട്ടിലേക്ക് ചെന്ന് പോലീസിനെ കൊണ്ട് വിളിച്ചുകൊണ്ട് വരണം. ഇവിടെയുള്ള ഒരൊറ്റൊരുത്തന്മാരെ വെറുതെ വിടരുത് എന്നൊക്കെ ജെസ്സി ഇപ്പൊ കാർലിയുടെ അടുത്ത് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ അവൾ അവരുടെ കൂടെ വരാമെന്ന് സമ്മതിച്ചു. അതിന് തുറന്ന് അവർ 3 പേരും മുന്നോട്ട് നടക്കുകയാണ്. ക്രിസിന്റെ കാലിൽ വെടിയുണ്ടല്ലോ, അതുകൊണ്ട് അവൻ അവിടെ ഒരു ബെൽറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു വടിയും കുത്തിപ്പിടിച്ചാണ് അവൻ കാട്ടിലൂടെ നടക്കുന്നത്.
അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവന്റെ വടി അവിടെ കുത്തുമ്പോൾ അതൊരു കെണിയിൽ കുടുങ്ങുന്നത്. അതിനെ തുറന്ന് ആ കെണി ഇപ്പൊ മുകളിലേക്ക് പൊങ്ങിയാന്നു. അത് കണ്ടപ്പോൾ തന്നെ കരടിയെ പിടിക്കാൻ വെച്ച കെണിയാണത് എന്നൊക്കെ അവർക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസിന്റെ കാലിൽ കുടുങ്ങേണ്ടതാണ്. കഷ്ടിച്ചാണ് അവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ സമയം തന്നെ ഇവരറിയാതെ ഒരു നരഭോജി ആ പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ ക്രിസും കൂട്ടരും നടന്ന് ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവരവിടെ ഇരുന്നു. ഇനി നടക്കാൻ വയ്യ, അതുകൊണ്ട് കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് കാറിൽ അവർക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. അത് നല്ല ഉയരമുള്ള ഒരു ഏറുമാടമാണ്. അത് കണ്ടപ്പം അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. അതിനകത്ത് കയറിയിരിക്കാം എന്നാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിന് തുറന്ന് അവർ 3 പേരും ആ ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറി. എന്നാൽ ആ ഏറുമാടത്തിന്റെ മുകളിലെത്തി അവിടെ നിന്ന് നോക്കുമ്പോൾ അവർ വിചാരിച്ച പോലെ തൊട്ടപ്പുറത്തായിട്ട് സിറ്റിയോ അതുപോലെ റോഡുകളോ ഒന്നും കാണുന്നില്ല. എങ്ങ് നോക്കിയാലും കൊടും കാടും പിന്നെ മലകളും മാത്രമാണ്. എന്തായാലും ഇപ്പം നേരെ ഇരുട്ടാനായി. രാത്രി കാട്ടിലൂടെ നടക്കുന്നത് ശരിയല്ല എന്ന കാര്യം അവർക്കറിയാം. അതുകൊണ്ട് നേരം വെളുക്കുന്നവർ അവിടെ ഇരിക്കാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവർ 3 പേരും കൂടെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ജെസ്സിപ്പ അവിടെ പരിശോധിക്കുമ്പോൾ അവൾക്ക് അവിടെ നിന്നും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കിട്ടി. അവൾ ഉടനെ തന്നെ ക്രിസിനെ വിളിച്ചു. അവന്റെ കാലിൽ മരുന്ന് വെച്ചു കൊടുക്കണമല്ലോ. ഈ സമയം കാറിലേക്കാണെങ്കിൽ അവിടെ കത്തിച്ച് വെക്കാവുന്ന കുറച്ച് ലൈറ്റുകളും കിട്ടി. അങ്ങനെ ആ ലൈറ്റിന്റെ പ്രകാശത്തിൽ ജെസ്സിപ്പ ക്രിസിന്റെ കാലിൽ മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ പണികളൊക്കെ അവിടെ നടക്കുന്ന സമയത്താണ് കാറിൽ ഇപ്പോൾ അവിടെ നിന്നും ഒരു വയർലെസ് കണ്ടെടുക്കുന്നത്. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ ജെസ്സി ആ വയർലെസ് എടുത്ത് അതിലൂടെ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പുറത്ത് നിന്ന് ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും നിരാശയായി. ഈ സമയത്താണ് പുറത്ത് ക്രിസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ആ നരഭോജികളാണ്. അവറ്റുകൾ 3 പേരും ഇപ്പൊ ഒരു പന്തം കത്തിച്ച് ഇവരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത് കണ്ടതും ക്രിസ് ബാക്കിയുള്ളവരെയും പിടിച്ച് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ അവർ ആ ഏറുമാടത്തിൽ കയറിയ കാര്യമൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ 3 നരഭോജികളും ഇപ്പൊ ആ ഏറുമാടം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വയർലെസ് ശബ്ദിക്കുന്നത്. അതിലാരും സംസാരിക്കുന്നുണ്ട്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ട് തന്നെ ആ നരഭോജികൾ ആ ശബ്ദം കേട്ടു. അതിന് തുറന്ന് അമ്മമാര് 3 പേരും ഇപ്പൊ ആ ഏറുമാടത്തിന്റെ അടുത്തേക്ക് വരികയാണ്. എന്തായാലും ഇപ്പൊ ആ വയർലെസ് നിന്ന് സംസാരം കേട്ട സ്ഥിതിക്ക് ജെസ്സി വേഗം വയർലെസ് എടുത്ത് അവർക്ക് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ആ വയർലെസ് സംസാരിക്കുന്ന ആളുടെ അടുത്ത് പറയാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അയാൾ പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, താഴേക്ക് ഇറങ്ങരുത്, ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കണ്ടുപിടിച്ചോളാം എന്നാണ്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ആ നരഭോജികൾ ആ ഏറുമാടത്തിന് മുകളിലേക്ക് കയറി വന്നു. ക്രിസ് ആണെങ്കിൽ ഇപ്പൊ ആ വാതിൽ ഇങ്ങനെ അടച്ചു പിടിച്ചു. എന്നാൽ ഈ സമയം ഒരു നരഭോജിയാണെങ്കിൽ ആ വാതിലിന്റെ ഗ്യാപ്പിലൂടെ കൈയിട്ടു. അത് കണ്ടതും ക്രിസ് ഒരു വടി എടുത്തിട്ട് അതിന്റെ കൈയിനൊരു കുത്തു കൊടുക്കുകയാണ്. അതിന് തുറന്ന് അത് കൈ വലിച്ചു. പിന്നീട് കുറച്ച് സമയത്തേക്ക് അവരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതിൽ നിന്നും അവന്മാർ ഇറങ്ങിപ്പോയി എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴാണ് താഴെ നിന്നും പുക വരുന്നവർ കാണുന്നത്. അതിൽ നിന്നും ആ നരഭോജികൾ ആ ഏറുമാടത്തിന് തീയിടാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. മരണം ഇപ്പം അവരുടെ മുമ്പിൽ 2 വഴിയിൽ നിൽക്കുകയാണ്. ഒന്നുകിൽ ആ ഏറുമാടത്തിൽ കടന്ന് അവർക്ക് വെന്തു മരിക്കേണ്ടി വരും. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നരഭോജികൾ അവരെ വെട്ടിക്കയറും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയം ഇതെല്ലാം കണ്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്ന കാറിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സാധനം എടുത്ത് അവിടുത്തെ ചില്ലിനൊരൊറ്റ ഏറ് കൊടുത്തു. അത് താർന്നു വീഴുകയും ചെയ്തു. അതുവഴി താഴേക്ക് ചാടാനാണ് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും ജെസ്സി അവളെ പിടിച്ചു. നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഈ സമയം ക്രിസ് താഴേക്ക് നോക്കുമ്പോൾ ഒരു 20 അടി താഴ്ചയിൽ ഒരു മരം കാണുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നല്ലൊരു മാർഗം എന്ന കാര്യം മനസ്സിലായി. താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ ആ മരം വഴി അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ക്രിസ് വേഗം തന്നെ താഴെയുള്ള ആ മരത്തിലേക്ക് ചാടി. കുഴപ്പമൊന്നുമില്ലാതെ അവൻ താഴേക്ക് ലാൻഡ് ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ആ ഏറുമാടത്തിന് തീ പിടിച്ചു. അങ്ങനെ ബാക്കിയുള്ള 2 പേരും വേഗം തന്നെ ക്രിസിന്റെ പുറകെ ചാടി. കുഴപ്പമില്ലാതെ അവരും ആ മരത്തിലേക്ക് ലാൻഡ് ചെയ്തു. എന്നാൽ ഇതെല്ലാം താഴെ നിന്ന് ആ നരഭോജികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരുത്തനിപ്പം ആ മരത്തിന്റെ മുകളിലേക്ക് കയറാണ്. അത് കണ്ടതും ക്രിസും കൂട്ടരും ആ മരത്തിന്റെ മുകളിലൂടെ തന്നെ നടക്കാൻ തുടങ്ങി. ബാക്കി 2 നരഭോജികളും മരത്തിന്റെ താഴെ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ആ മരത്തിന്റെ മുകളിലൂടെ നടക്കുന്ന സമയത്താണ് ആ മരത്തിലേക്ക് കയറിയ നരഭോജി ഇപ്പോൾ കാർലിയുടെ അടുത്തേക്ക് എത്തുന്നത്. അവളെ കണ്ടതും അത് അതിന്റെ കയ്യിലുള്ള മഴ വെച്ച് അവളെ തലയ്ക്കൊരു വെട്ട്. അതോടുകൂടെ അവളുടെ തലയറ്റ് വീഴുകയും ചെയ്തു. ഇതെല്ലാം ക്രിസും ജെസ്സിയും കാണുന്നുണ്ട്. ജെസ്സി ആണെങ്കിൽ ഉറക്കം നിലവിളിക്കാണ്. എന്നാൽ അപ്പോഴേക്കും ക്രിസ് ആണെങ്കിൽ അവളുടെ വായ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. അതുകൊണ്ട് ആ നരഭോജി ഇപ്പോൾ അവരെ കാണുന്നില്ല. ഇതേസമയം തന്നെ താഴെ നിൽക്കുന്ന 2 നരഭോജികൾ കാർലിയുടെ ശരീരം എടുത്തു. ഈ സമയം ക്രിസും ജെസ്സിയും മുന്നോട്ട് തന്നെ നടക്കുകയാണ്. അങ്ങനെ കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ ക്രിസ് ഇപ്പോൾ ജെസ്സിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. ആ മരത്തിലേക്ക് കയറിയ നരഭോജി ഇപ്പോഴാ മരത്തിന്റെ മുകളിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അതിന് ഇവരെ കാണാൻ പറ്റിയിട്ടില്ല. അത് ആ മരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനിടിച്ച് താഴേക്കിടണം. അതിനുവേണ്ടി ക്രിസ് ഇപ്പോൾ മരത്തിന്റെ ഒരു കമ്പ് വലിച്ചു പിടിച്ചു. എന്നിട്ട് പ്ലാൻ പ്രകാരം ആ നരഭോജി അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ജെസ്സി ഇപ്പോൾ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് മുന്നിലേക്ക് നടക്കുകയാണ്. പെട്ടെന്നാണ് ആ നരഭോജി അവളുടെ പുറകിൽ വരുന്നത്. അത് കണ്ടതും അവൾ താഴേക്ക് വീണു. അങ്ങനെ ആ നരഭോജി വളരെ സന്തോഷത്തോടെ അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നാൽ അവളുടെ തൊട്ടടുത്തെത്തിയതും ക്രിസ് ആ കൊമ്പ് വിട്ടു. അതിനെ തുറന്ന് ആ കൊമ്പ് ചെന്നിടിച്ച് ആ നരഭോജി തെറിച്ചു വീഴുകയും ചെയ്തു. അതിപ്പോ താഴേക്ക് വീണെന്ന് കാണുമ്പോൾ താഴെ നിൽക്കുന്ന 2 നരഭോജികൾ വളരെ ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഒച്ചത്തിൽ അലറുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ മരത്തിൽ നിന്ന് ഇറങ്ങി അവർ നേരത്തെ കണ്ട ആ ഡെഡ് എൻഡ് ഉണ്ടല്ലോ, അവിടേക്കാണ് പോയിരിക്കുന്നത്. ആ കിടങ്ങിലെ താഴേക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തായിട്ട് അവരിങ്ങനെ പതുങ്ങിയേക്കാണ്. ആ നരഭോജികൾ അങ്ങനെ പന്തവും പിടിച്ചിട്ട് പോകുന്നവർക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇവരെ കാണുന്നില്ല. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവർ 2 പേരും വളരെ സമാധാനത്തോടെ അവിടെ ഇരുന്നു. ജെസ്സി ആണെങ്കിൽ വല്ലാത്ത വിഷമത്തിലാണ്.
എന്തു പറ്റി നോക്കുമ്പോൾ അവളിപ്പം അവളുടെ ഒരു കഥ പറയാണ്. അതായത് അവളും അവളുടെ ബോയ് ഫ്രണ്ടും തമ്മിൽ ബ്രേക്കപ്പ് ആയി. ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ അവൾ നേരെ കാറിൽ വിളിച്ചാണ് കാര്യം പറയുന്നത്. ജെസ്സി വിഷമത്തിലാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവൾ ബാക്കിയുള്ളവരെ കൂട്ടി ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അതിന്റെ അവസാനമോ ജെസ്സി മാത്രം ബാക്കിയായി. ആ ഒരു വിഷമമാണ് അവൾക്ക്. ആ കഥ അവൾ പറഞ്ഞു കഴിയുമ്പോൾ ക്രിസ് ആണെങ്കിൽ അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കുന്നവരെ അവർ അവിടെ തന്നെ റെസ്റ്റ് എടുത്തു. നേരം വെളുത്തപ്പോൾ അവർ പിന്നെ അവിടെ നിന്നിട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് കുറച്ച് അപ്പുറത്തായിട്ട് അവർ റോഡ് കാണുന്നത്. അത് നല്ലൊരു സൂചനയാണ്. എന്തായാലും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്നാൽ പെട്ടെന്നാണ് ആ നരഭോജികൾ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അതിലൊരുത്തനിപ്പം ക്രിസിനെ ഇടിച്ചിട്ടു. അതിനെ തുടർന്ന് അവൻ നേരെ താഴേക്ക് ഇങ്ങനെ ഉരുണ്ടു പോവാണ്. മറ്റവനാണെങ്കിൽ ജിസെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇപ്പൊ താഴേക്ക് ഉരുണ്ട് എന്നിട്ട് ക്രിസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. അവളുടെ നിലവിളി മാത്രം കുറച്ച് ദൂരം നിന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം അവൻ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ റോട്ടിലൂടെ ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവനിപ്പോ ജെസ്സിയുടെ പുറകെ പോവാതെ നേരെ ആ പോലീസ് വണ്ടിയുടെ അടുത്തേക്ക് വന്നു. നേരത്തെ അവര് ആ ഏറുമാടത്തിന് മുകളിൽ നിന്നും വയർലെസ്സിൽ വിളിച്ചിട്ടില്ലേ, അത് അന്വേഷിക്കാൻ വന്നൊരു പോലീസുകാരനാണത്. അയാളിപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ക്രിസിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ പെട്ടെന്നാണ് ഒരു നരഭൂജി ആ പോലീസുകാരനെ നേരെ അമ്പ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് അയാളുടെ കണ്ണിനാണ് തുറച്ചു കയറുന്നത്. അതോടുകൂടെ അയാൾ മരിച്ചു താഴേക്ക് വീണു. അത് കണ്ടതും ക്രിസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ വണ്ടിയുടെ അടിയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ നരഭൂജി താഴേക്ക് ഇറങ്ങി വന്ന് അവിടേക്ക് ചെക്ക് ചെയ്യുമ്പോഴേക്കും ക്രിസ് വേഗം അപ്പുറത്തെ കാട്ടിലേക്ക് മാറി. അതവിടെ നോക്കുമ്പോൾ വേറെ ആരെയും അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നരഭൂജി ആ പോലീസുകാരനെ അയാളുടെ വണ്ടിക്കകത്തേക്ക് കയറ്റിയിട്ട് ആ വണ്ടി അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ ക്രിസ് വേഗം വന്ന് ആ വണ്ടിയുടെ അടിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും അവന് ജെസ്സിയെ രക്ഷിച്ചല്ലേ പറ്റൂ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ നരഭൂജിയുടെ വീട്ടില് ഒരുത്തനിപ്പം ജെസ്സി ഇപ്പൊ ബെഡിൽ കിടത്തി അവളവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല അവളെ കൊല്ലാൻ വേണ്ടി അതിപ്പോ ഒരു കത്തി എടുത്തു. ഇതൊക്കെ കണ്ട് ജെസ്സി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഉറക്കെ ഇങ്ങനെ നിലവിളിക്കുകയാണ്. എന്ത് കാണിച്ചിട്ടും അവൾക്ക് കെട്ടുകൾ അഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതിപ്പോ അവളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ആ പോലീസുകാരന്റെ വണ്ടിയായിട്ട് മറ്റവൻ അങ്ങോട്ട് വരുന്നത്. അതിനെ തുടർന്ന് ജെസ്സിയുടെ അടുത്തിരിക്കുന്ന ആ നരഭൂജി എഴുന്നേറ്റു. അങ്ങനെ വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവനിപ്പോ പോലീസുകാരനെ വലിച്ചു പുറത്തേക്ക് കിട്ടും. എന്നിട്ട് അയാളെയും പിടിച്ചോണ്ട് വീട്ടിനുള്ളിലേക്ക് കയറി. ഇതെല്ലാം വണ്ടിക്കടിയിൽ നിന്ന് ക്രിസും കാണുന്നുണ്ട്. അങ്ങനെ ആ നരഭൂജി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ക്രിസ് പതുക്കെ വണ്ടിയുടെ പുറകിലേക്ക് വന്നു. അപ്പൊ അവൻ അവിടെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തുനിന്നും ജെസ്സിയുടെ നിലവിളി കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്നും അവൾക്ക് കുഴപ്പമൊന്നും ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ വീട്ടിനകത്തുണ്ടായിരുന്ന നരഭൂജിയും ഇപ്പൊ പോലീസുകാരനെ പിടിച്ച നരഭൂജിയും കൂടെ പോലീസുകാരനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ജെസ്സിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അയാളിപ്പോ ആ പോലീസുകാരന്റെ തല ഇങ്ങനെ വെട്ടിപ്പൊളിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ പേടിച്ച് അവളാണെങ്കിൽ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ ആ നിലവിളി കാണുമ്പോൾ നേരത്തെ ആ കത്തി പിടിച്ചവൻ അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് തന്നെ വന്നു. എന്നാൽ പെട്ടെന്നാണ് ക്രിസ് ആ വീട്ടിലേക്ക് ഒരു പെട്രോൾ ബോംബ് എറിയുന്നത്. അതിനെ തുറന്ന വീടിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു. ഇതൊക്കെ കണ്ട് നരഭോജികളാകെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ക്രിസ് പെട്ടെന്ന് പോലീസ് വണ്ടി ആ വീടിനകത്തേക്ക് ഇടിച്ചു കയറ്റുന്നത്. അങ്ങനെ പെട്ടെന്നുണ്ടായ അറ്റാക്കിൽ ഒരു നരഭോജിയുടെ കൈയിന് തീ പിടിച്ചു. ഇത് കാണുമ്പോൾ ക്രിസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഇറങ്ങി വന്ന് ആ നരഭോജിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവന്റെ കയ്യിൽ വലിയൊരു സ്പാനർ ഉണ്ട്. കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം അവൻ ആ സ്പാനർ എടുത്ത് ആ നരഭോജിയുടെ നെഞ്ചിൽ കുത്തിയിറക്കാണ്. അതോടുകൂടെ അയാൾ താഴേക്ക് വീണു. അങ്ങനെ അയാളുടെ പണി തീർത്തതിന് ശേഷം അവൻ വേഗം ജെസ്സിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളുടെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് വേറൊരെണ്ണം വന്നിട്ട് അവനെ പിടിക്കുന്നത്. നല്ല ഭീമാകാരനായ ഒരുത്തൻ. അയാളെ കീഴ്പ്പെടുത്താൻ ക്രിസിനെ കൊണ്ടാവുന്നില്ല. അയാളാണെങ്കിൽ ഇപ്പൊ ക്രിസിന്റെ കഴുത്തിൽ ഓടിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം ജെസ്സി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു അമ്പ് എടുത്തിട്ട് ആ നരഭോജിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അത് കറക്റ്റായിട്ട് അയാളുടെ കഴുത്തിന് തന്നെ തുളച്ചു കയറി. അതോടുകൂടെ ആ നരഭോജിയും താഴേക്ക് വീണു. അങ്ങനെ ക്രിസും ജെസ്സി അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരെണ്ണം അങ്ങോട്ട് വരുന്നത്. അതിനെ കണ്ടതും അവർ രണ്ടുപേരും കൂടെ ആ നരഭോജിയെ നേരിട്ടു. അങ്ങനെ ആ ഫൈറ്റിനൊടുവിൽ അവസാനം ആ മുള്ളുകമ്പി വെച്ചിട്ട് ക്രിസ് അതിന്റെ കഴുത്തിഞ്ഞിരിക്കുകയാണ്. അതോടുകൂടെ അതും താഴേക്ക് വീണു. എന്നാൽ അവർ നോക്കുമ്പോൾ അവർ വീഴ്ത്തി ഒരു നരഭോജി പോലും ഇതുവരെയായിട്ടും ചത്തിട്ടില്ല. അവറ്റകൾ പിന്നെ എഴുന്നേറ്റ് വരികയാണ്. ക്രിസിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു തോക്കുണ്ട്. എന്നാൽ അതിനകത്ത് ആ ഒരൊറ്റ ഉണ്ട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ജെസ്സിയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ തോക്കിൽ അവസാനത്തെ ഉണ്ട അവൻ അതിന്റെ അകത്തേക്ക് ഇടിച്ചു കയറ്റിയ പോലീസ് വണ്ടി ഉണ്ടല്ലോ അതിന്റെ പെട്രോൾ ടാങ്കിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ അത് പൊട്ടിത്തെറിച്ച് ആ വീട് മൊത്തം കത്തിച്ചാമ്പലായി. അങ്ങനെ അവറ്റകളുടെയൊക്കെ പണി തീർത്തതിന് ശേഷം നരഭോജികളുടെ ആ ട്രക്ക് ഉണ്ടല്ലോ അവരത് എടുത്തിട്ട് വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു പെട്രോൾ സ്റ്റേഷൻ കണ്ടില്ലായിരുന്നു. ആ പ്രായമായിട്ടുള്ള ആളിരിക്കുന്നത് അവരങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ആ ട്രക്ക് അങ്ങോട്ട് വരുന്ന കണ്ടപ്പം ആ പ്രായമായ ആൾ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ വേഗം തന്നെ ആ കടയുടെ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് അതിനകത്തു നിന്ന് നോക്കുമ്പോൾ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങുന്നത് ക്രിസ് ആണ്. ആൾക്ക് ശരിക്കും അത്ഭുതമായി. ഈ സമയം ക്രിസ് നേരെ ചെല്ലുന്നത് അവൻ നേരത്തെ കണ്ട ആ മാപ്പ് ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. അവൻ അത് അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് ആ ട്രക്ക് കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ആ പെട്രോൾ പമ്പിൽ ആളാണെങ്കിലും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അങ്ങനെ ക്രിസിന്റെയും ജെസ്സിയുടെയും കഥ ഇവിടെ തീർന്നു. എന്നാൽ ശരിക്കും കഥ തീർന്നോ? ഇല്ല. സമയം രാത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ ആ പൊട്ടിത്തെറി നടന്ന വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. നേരത്തെ ഇങ്ങോട്ട് വന്ന പോലീസുകാരനുണ്ടല്ലോ അയാൾ ഓൾറെഡി മറ്റു ചില പോലീസുകാരെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊരു അന്വേഷണത്തിന് പോരുന്നുണ്ടെന്ന്. അയാളെ കുറിച്ചിട്ട് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പോലീസുകാരൻ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അയാളിപ്പോൾ ആ വീട് മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ഒരു നരഭോജി അങ്ങോട്ട് വരുന്നത്. ഇത് മാത്രം ആ പൊട്ടിത്തെറിയിൽ പെട്ടിട്ടില്ല. അതിപ്പോ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആ പോലീസുകാരനെ കൊന്നയാളെയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അടയ്ക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.